ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് പുറത്ത് പോവുകയാണേ. കുറച്ച് സ്റ്റൈലിൽ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. നമ്മൾ എന്തായാലും നമ്മുടെ സ്വന്തം എലിസബത്ത് ലൈനിലാണ് കേട്ടോ ഇന്ന് യാത്രയാണ്. നമ്മളിത് കാണാനല്ല കേട്ടോ വന്നത്. നമ്മൾ വന്നപ്പോൾ ഇത് കണ്ടതാണ്. പിന്നെ സ്വാഭാവികം നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഈ കുറ്റി കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇത് എവിടെയാണെന്ന്. ഇത് ലണ്ടനിലെ O2 മോളിലാണ്. മോളിനകത്തും എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കാണാനല്ല നമ്മൾ വന്നത്. നമ്മളെപ്പോലെ വന്ന കുറേ ആൾക്കാരെയാണ് നിങ്ങളീ കാണുന്നത്. എല്ലാവരും ക്യൂവിൽ നിൽക്കുക, കൂടെ നമ്മൾ നിൽക്കുന്നു. കുറേ നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ എന്തായാലും നമ്മൾ വല്ല വിധേനെ O2 അറീനയ്ക്കകത്ത് കയറി. നിങ്ങൾക്കിപ്പോൾ ഒരു ചെറിയ ക്ലൂ കിട്ടിക്കാണും. അതേ ഗൈസ്, നമ്മൾ സൂപ്പർ ലീഗ് ബാസ്ക്കറ്റ്ബോൾ ഫൈനൽസ് കാണാൻ വന്നതാണ് കേട്ടോ. ഈ ക്യൂ നിന്ന ആൾക്കാരൊക്കെ എവിടെ പോയിന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മൾ കയറി വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഒരൊറ്റ മനുഷ്യരവിടെ ഇല്ലായിരുന്നു. പിന്നെ പതുക്കെ ടീമിന് ഇൻട്രൊഡക്ഷനും അങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങിയപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങി. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ബാസ്ക്കറ്റ് ബോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പം ബാക്കിയുള്ളവർക്ക് ഇത് ഓൾറെഡി അറിയായിരിക്കും, ഇപ്പോഴൊന്നും തുടങ്ങത്തില്ലെന്ന്. അതുകൊണ്ട് ചിലപ്പോൾ അവർ O2 അരീന എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഊൾസ് ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് ടീമാണ്. കളി തുടങ്ങിയപ്പോൾ ഊൾസിന് 28ഉം ഹേറ്റേഴ്സിന് 8ഉമായിരുന്നു കേട്ടോ സ്കോർ. അത് കഴിഞ്ഞ് ഹാഫ് ടൈം ആയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. രണ്ടുപേർക്കും 32. ഭയങ്കര വാശിയേറിയ മത്സരമായിരുന്നു. അത് കാരണം നമുക്കും സമയം പോയത് സത്യം പറഞ്ഞാൽ അറിഞ്ഞതേ ഇല്ല. പിന്നെ ബ്രേക്കായപ്പോൾ നമ്മൾ ഫുഡ് മേടിക്കാൻ ഇറങ്ങി. ഇവിടെ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല അകത്തേക്ക്, വെള്ളം പോലും എടുക്കരുതെന്നാണ്. പിന്നെ നമ്മൾ കുറച്ചൊരു കുഞ്ഞു ബോട്ടിൽ വെള്ളം കരുതിയിരുന്നു. അത് കളയുകയാണെങ്കിൽ കളയാന്നുള്ളൊരു സെറ്റപ്പിൽ വന്നതാണ്. പക്ഷേ അത് നമുക്ക് എടുക്കാൻ പറ്റി. പിന്നെ ഫുഡിൻ്റെ കാര്യമൊന്നും പറയണ്ട, നല്ല വിലയാണ് ഗൈസ്, ഭയങ്കര എക്സ്പെൻസീവാണ്. നിങ്ങൾ ഈ കാണുന്ന ഹോട്ട് ഡോഗ് കണ്ടോ, ഇത് 20 പൗണ്ടിൻ്റെ ഒരു ഹോട്ട് ഡോഗാണ്. നമ്മുടെ നാട്ടിലെ 2000 രൂപ. ഈ കളീൻ്റെ ഇടയിലെ ടൈം ഔട്ട് സമയത്ത് ഇതുപോലത്തെ ഡാൻസും പാട്ടും പല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. വിമൻസ് മാച്ചിൽ ഹാറ്റേഴ്സ് ജയിച്ചു. ഇനി അടുത്ത് മെൻസ് മാച്ച് വരുന്നുണ്ട്. അതും കാണാനിരിക്കാനാണ് നമ്മുടെ പ്ലാന്. അത് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. മുന്നത്തെ പോലെ അല്ല, നല്ല തിരക്കുണ്ടായിരുന്നു മെൻസ് മാച്ച് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവരുടെ കളി എന്ന് പറയുന്നത് നല്ല സ്കോർ ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ ഒരു സമയമായപ്പോൾ നമുക്ക് മനസ്സിലായി ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് അത്ര വലിയ ഇൻട്രസ്റ്റും തോന്നിയില്ല. നമ്മളതുകൊണ്ട് കളി മുഴുവൻ കാണാനൊന്നും ഇരുന്നില്ല. നമ്മൾ അതിന് മുന്നേ ജസ്റ്റ് മുന്നേയായിട്ട് ഇറങ്ങി വെച്ചാൽ തീരുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും. അപ്പം അതിന് മുന്നേ ആ ഒരു തിരക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഇറങ്ങി കേട്ടോ.